കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ. കുരിശു വഹിക്കാൻ, ക്രൂശിക്കപ്പെടാൻ നിനക്ക് കഴിയുമോ? നോക്കൂ, ക്രൂശിത മുഖത്തേക്ക്, ചിന്നിച്ചിതറിയ മാംസകഷണങ്ങൾ, കരുണാർദ്രമായ നയനങ്ങൾ, വചനാർദ്രമായ അധരങ്ങൾ. ഓർമ്മിക്കൂ അവിടുന്ന് അരുളിയ വചനം: എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ക്രൂശിതനായ ഈശോയുടെ മണവാട്ടികൾ, വരൂ, നമുക്കവനെ അനുഗമിക്കാം. ഇതാ ഞാൻ നിനക്കായി, നിന്റെ ജനത്തിനായി. ലോകത്തിന്റെ മുൻപിൽ മറ്റൊരു ക്രിസ്തുവായി നീ മാറണം. മാർഗമോ കുരിശുമല്ല. പോകൂ ലോകാതിർത്തികളിലേക്ക്, നൽകൂ വചനസ്പർശനമായി. അവിടെ കുരിശു പൂക്കും. കുരിശിന്റെ സുഗന്ധം ദിക്കുകളിൽ പ്രഭ ചൊരിയും. ചൊരിഞ്ഞു മണ്ണിലും വിണ്ണിലും. ആർഷഭാരതത്തിൽ മുഴങ്ങിക്കേട്ട പ്രണവമന്ത്രം അസത്തുമാ സദ്ഗമയ. അതിൽ ത്രിത്വസ്തുതിയുടെ ഈണം പകർന്നുകൊണ്ട് കടന്നു വന്ന മാർത്തോമാ ശ്ലീഹ. കുത്തിത്തുറന്ന വിരിമാറും കുത്തിത്തുളച്ച കൈകാലുകളും ഉദ്ധിതപ്രഭ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി കടന്നു വന്ന മാർത്തോമാ ശ്ലീഹ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഭാരത കത്തോലിക്ക സഭ ഇവിടെ ഉയർക്കൊണ്ടു. വിശുദ്ധാത്മാക്കൾ ഇന്ന് സഭയുടെ ആത്മീയ ഖനിയായി, ബോധിവൃക്ഷമായി ആഴത്തിലും അനന്തതയിലും വ്യാപിച്ചു നിൽക്കുന്നു. ഇതാ അനർഗളം പ്രവഹിക്കുന്ന അനുഗ്രഹ സമൃദ്ധിയായി നമ്മുടെ മുൻപിൽ. വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ അറിവും ആത്മീയതയും ആയുധമാക്കിയ ദൈവിക മനുഷ്യൻ, ഭാരത സഭാമണ്ഡലത്തിലെ പുണ്യനക്ഷത്രം. വാഴ്ത്തപ്പെട്ട തേവർപറമ്പിൽ കുഞ്ഞച്ചൻ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തിയ കർമ്മയോഗി. ധന്യൻ കദളിക്കാട്ടിൽ മത്തായിച്ചൻ മനുഷ്യമക്കളെ ഈശോയുടെ തിരുഹൃദയത്തോടടുപ്പിച്ച തിരുഹൃദയദാസൻ. അഗതികൾക്കും ആരംഭഹീനർക്കും അഭയമരുളിയ കരുണാർദ്ര സ്നേഹത്തിന്റെ പ്രവാചകൻ. തിരുഹൃദയ സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകൻ. ദൈവത്തിന്റെ സൗഹൃദം ഹൃദയത്തിൽ കാത്തുസൂക്ഷിച്ച ധ്യാനയോഗി. ഓർമ്മിക്കാം, ധ്യാനിക്കാം, സ്വന്തമാക്കാം. ഭക്തിയോടെ
ജീവിതത്തിൽ ഇത്രയേറെ ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുവാൻ ഞാൻ എന്ത് ചെയ്തു? സൂസി, ഒരു വിധത്തിൽ നീ എത്രയോ ഭാഗ്യവതിയാണ്. ഇതൊന്നും നിനക്ക് കാണേണ്ടി വന്നില്ലല്ലോ. സത്യത്തിൽ ഞാൻ ഇന്ന് ജീവിക്കുന്നത് നമ്മുടെ പുന്നാര മോൾക്ക് വേണ്ടിയാണ്. റോസിമോൾ, അവൾ ഒരു ഡോക്ടറായി കാണണമെന്ന് നീയല്ലേ അധികവും ആഗ്രഹിച്ചത്? എന്നാൽ ക്യാൻസർ എനിക്ക് സഹിക്കാനാവുന്നില്ല. അപ്പച്ചാ, മോളെ, എത്ര മനോഹരമായ ഗാനം! ദൈവം എത്ര നല്ലവനാ! അവിടുന്ന് നമ്മെ എന്തുമാത്രം സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. നിർത്തൂ! ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കുഞ്ഞ്, ഇങ്ങനെയാണോ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത്? മനുഷ്യന്റെ കഷ്ടപ്പാടുകൾ കാണുന്നതിലാണോ ദൈവത്തിന്റെ സന്തോഷം? അപ്പച്ച, അങ്ങനെയൊന്നും പറയല്ലേ. നല്ലവനായ ദൈവത്തെ പറ്റി, ദൈവത്തിന്റെ കരുതലുള്ള സ്നേഹത്തെ പറ്റി അപ്പച്ചനും അമ്മച്ചിയും അല്ലേ എന്നെ പഠിപ്പിച്ചത്. അപ്പച്ച, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. രോഗങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ദൈവം തന്നെ സ്നേഹിക്കുന്നവരുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ അവിടുന്ന് നൽകുന്നത്. ആയിരിക്കാം മോളെ, പക്ഷേ എനിക്കിത് സഹിക്കാൻ പറ്റില്ല മോളെ. എനിക്ക് പറ്റും അപ്പച്ച. വിശുദ്ധ അൽഫോൻസാമയുടെ കബറടത്തെങ്കിൽ പോയി പ്രാർത്ഥിക്കാതെ ഒരു ദിവസം പോലും ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. ഇതാ അൽഫോൻസാമ എന്റെ അടുത്തുണ്ട്. അമ്മ എനിക്ക് സഹിക്കാൻ ശക്തി തരും. അമ്മ എന്നെ സുഖപ്പെടുത്തും, തീർച്ച. എന്റെ മോളെ, ഇവറ്റുകൾക്കൊക്കെ വന്നു നിൽക്കാൻ കണ്ട സ്ഥലം അശുദ്ധം. വഴിയിൽ നിന്ന് മാറി നിൽക്കണടാ. ഞങ്ങൾ പാവങ്ങൾ. പാവങ്ങൾ ഇവറ്റുകളെയൊക്കെ ഉദ്ധരിക്കാനാണെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കുറെ പാതിരിമാര്. വിദ്യാഭ്യാസം ചെയ്യിക്കാൻ നടക്കില്ലടാ. ഇവന്റെയൊക്കെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം. അശ്രീകരം, അശ്രീകരം. സർവേഷ്ട ഗുണേഷ്ട വിദ്യാശ്രേഷ്ഠഃ ഗുണഃ ഭവതി. വിദ്യാവിഹീനഃ മനുഷ്യഃ പശുതുല്യഃ ഭവതി. എന്തു പറ്റി മക്കളെ? എന്താ പേടിച്ചു വിറച്ചു നിൽക്കുന്നത്? ഇങ്ങോട്ട് വരൂ. ഞങ്ങൾ പാവങ്ങൾ, കൊടിയാന്മാർ. മക്കളെ, ഞാൻ നിങ്ങളെയൊക്കെ തേടി വന്നതാ. ഞങ്ങളെയോ? ഞങ്ങളെ തേടി ആരും ഇന്ന് വരെ വന്നിട്ടില്ലല്ലോ. വന്നവരോ ആട്ടി ഓടിക്കാൻ മാത്രം. മക്കളെ, ഞാൻ നിങ്ങളെ ആട്ടി ഓടിക്കാൻ വന്നതല്ല, എന്റെ അടുത്തേക്ക് വിളിക്കാനാ. നിങ്ങളെ പോലെയുള്ള ഒത്തിരി കുട്ടികൾ ഈ അച്ഛന്റെ കൂടെയുണ്ട്. അവരൊക്കെ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പഠിച്ചു, പുസ്തകങ്ങളും വായിച്ചു തുടങ്ങി. നിങ്ങൾക്കോ? ഞങ്ങളെ പഠിപ്പിക്കാമെന്നോ? ഞങ്ങൾക്കും പഠിക്കണം. പക്ഷേ ഒരു പള്ളിക്കൂടത്തിലും ഞങ്ങളെ കയറ്റില്ലല്ലോ. ആര് പറഞ്ഞു? നിങ്ങൾക്കായി എത്രയോ പള്ളിക്കൂടങ്ങൾ ഓരോ പള്ളിയോട് ചേർന്ന് ചാവറ പിതാവ് പണിതിരിക്കുന്നു. ചാവറ പിതാവോ? അദ്ദേഹം എവിടെ?
സ്വർഗത്തിൽ ഈ അവസരം തരുന്നതും അവിടുന്ന് തന്നെ. വരൂ മക്കളെ, അച്ഛൻ നിങ്ങളെ പഠിപ്പിക്കാം. ഈ ദുഃഖം ഒരിക്കലും അവസാനിക്കില്ലേ? എത്രമാത്രം പ്രാർത്ഥിച്ചു, നിന്നെ വിളിച്ചു മടുത്തു. വയ്യ, എനിക്ക് വയ്യ എന്ന് തുടങ്ങിയതാ ഈ സഹനം. വിവാഹം കഴിഞ്ഞിട്ട് സ്വസ്ഥമായി ജീവിച്ച നാളുകളുണ്ടോ? നാളെ നാളെ മാറ്റം വരുമെന്ന് പ്രതീക്ഷിച്ചു. എനിക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല. ഇന്നലെയും എന്റെ ഭർത്താവ് അവളോടൊപ്പം. എങ്ങനെ ഒരു ഭാര്യയ്ക്ക് ഇത് സഹിക്കാനാവും? പറക്കമിട്ടാത്ത എന്റെ കുഞ്ഞുങ്ങൾ എല്ലാം ഞാൻ എന്റെ കുഞ്ഞച്ചന്റെ കബറിടത്തിൽ സമർപ്പിച്ചിട്ടുണ്ടല്ലോ. അവിടുന്ന് കാക്കട്ടെ. ഞാൻ പോകുന്നു. എങ്ങോട്ട്? ആരുടെ അടുത്തേക്ക്? ആർക്കും വേണ്ടാത്ത അവശ സമുദായത്തിൽപ്പെട്ടവളല്ലേ ഞാൻ. സമൂഹത്തിന്റെ താഴേക്കിടയിലേക്ക് തള്ളപ്പെട്ടവൾ. ഞങ്ങൾക്ക് വേണ്ടി എന്നും നിലകൊള്ളുന്ന എന്റെ കുഞ്ഞച്ച കാത്തുകൊള്ളണേ. മേരിക്കുഞ്ഞെ, സിസ്റ്റർ, നീ ഇവിടെ എങ്ങനെ എത്തി ഇത്ര പെട്ടെന്ന്? നീ എവിടേക്ക് പോകുന്നു? പറയൂ, നീ എന്തൊരു വീട് വിട്ടിറങ്ങി ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും തനിച്ചാക്കി? സിസ്റ്ററിന് എല്ലാം അറിയില്ലേ? ഇനി എന്ത് പറയാൻ? കുഞ്ഞെ, എനിക്കെല്ലാം അറിയാം. അമ്മേ, എന്തുവരെ അമ്മ പറഞ്ഞത് ഞാൻ കേട്ടു. ഇത്ര പ്രാവശ്യം എന്റെ കൊച്ചുകുടിലിൽ അമ്മ വന്നു. എത്ര ഉപദേശങ്ങൾ നൽകി. ഇന്നുവരെ ഒരു മാറ്റവും എന്റെ ഭർത്താവിന് ഉണ്ടായിട്ടില്ല. നിർത്താത്ത കുടി, അത് പോകട്ടെ, ദേഹോപദ്രവം ഒക്കെ സഹിക്കാം. പക്ഷെ എനിക്ക് പകരം മറ്റൊരുവൾ സഹിക്കാനാവില്ലമ്മേ, സഹിക്കാനാവില്ല. കുഞ്ഞെ, നിന്റെ പ്രാർത്ഥനയൊന്നും വെറുതെയായില്ല. നിന്റെ കുഞ്ഞുങ്ങളെ കുഞ്ഞച്ചന്റെ അടുക്കൽ ഏൽപ്പിച്ചിട്ടല്ലേ നീ വീട് വിട്ടിറങ്ങിയത്. എന്നാൽ ആ പുണ്യപിതാവ് നിന്റെ കുഞ്ഞുങ്ങളെ അവരുടെ അപ്പന്റെ കൈകളിൽ തന്നെ ഏൽപ്പിച്ചു. ദൈവമേ, അയാളുടെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ല, നന്നായി തന്നെ നോക്കും. തൊമ്മി എന്റെ അടുക്കൽ വന്നിരുന്നു. അമ്മ എന്തായി പറയുന്നത്? എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. കുഞ്ഞെ, നീ ആ കബറിടത്തെങ്കിൽ ഒഴുക്കിയ കണ്ണുനീരും, നീ ചൊല്ലിയ നൊവേനകളും, നീ സഹിച്ച നൊമ്പരവും ഒന്നും വെറുതെയായില്ല കുഞ്ഞെ, വെറുതെയായില്ല. വരൂ, നമുക്ക് തിരികെ പോകാം. കൃപയിൽ മരണ
തിരുഹൃദയ സഭയിൽ അംഗങ്ങളായി ചേരുവാൻ സാധിച്ചത് എത്രയോ ഭാഗ്യമാണ്. അതെ, ഈശോയുടെ തിരുഹൃദയത്തിൽ തന്നെ നമുക്ക് അഭയം ലഭിച്ചു. കദളിക്കാട്ടി മത്തായിയച്ഛന്റെ സന്മനസ്സുകൊണ്ടാ നമ്മളെല്ലാവരും ഈ സഭയിൽ ചേർന്നത്. പറയാനുണ്ടോ? ഞാൻ പല മഠങ്ങളിലും ചേരുവാൻ ആഗ്രഹിച്ചു. പത്രമേനി വേണം, വിദ്യാഭ്യാസ യോഗ്യത വേണം. ഇതൊന്നുമില്ലാത്ത എന്നെ ആരും ചേർത്തില്ല. കദളിക്കാട്ടിൽ അച്ഛൻ സ്ഥാപിച്ച തിരുഹൃദയ സഭയിൽ ഇതൊന്നുമല്ലായിരുന്നു പ്രധാനം. ഈശോയെ സ്നേഹിക്കാനുള്ള തീഷ്ണത, പാവങ്ങളെ പരിഗണിക്കാനുള്ള കഴിവ്, സമ്പത്തോ വിദ്യാഭ്യാസ യോഗ്യതയോ പ്രാവീണ്യമോ പത്രമേനിയോ ഇതൊന്നും അച്ഛൻ കാര്യമാക്കിയതേയില്ല. കുമ്പസാര വേളയിൽ ആ പുണ്യ വൈദികൻ പകർന്നു നൽകിയ വിശ്വാസ തീഷ്ണതയാണ് എന്നെ സമർപ്പണ ജീവിതത്തിന് പ്രേരിപ്പിച്ചത്. അച്ഛന്റെ തപശ്ചര്യ, പാപികളോടും പാവങ്ങളോടുമുള്ള കരുണാർദ്ര സ്നേഹം എത്ര മാത്രമെന്ന് പറയാനാവില്ല. സ്വന്തം കൈവിരൽ മുറിച്ച് ആ രക്തത്തിൽ എഴുതിയ കത്ത് വായിച്ചല്ലേ തെക്കേ വീട്ടിലെ മറിയ പാപജീവിതം ഉപേക്ഷിച്ചത്. ഇന്നും ഞാൻ ഓർക്കുന്നു, പാലാ കത്തീഡ്രൽ പള്ളിയുടെ നടക്കി കിടന്നിരുന്ന 2 ദിവസം മാത്രം പ്രായമുള്ള ഒരു ചോരക്കുഞ്ഞിനെ സിസ്റ്റേഴ്സിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് അച്ഛൻ പറഞ്ഞത്, ഈ കുഞ്ഞിന് എന്നും നിങ്ങൾ അമ്മയായിരിക്കണം. ഇതുപോലെ അനേകായിരങ്ങൾക്ക്. അച്ഛന്റെ ആ ആർദ്ര സ്നേഹമാ ഈ വിശുദ്ധ ജീവിതത്തിന് എന്നെ പ്രേരിപ്പിച്ചത്. അന്ന് ഒരു കൊച്ചുകുട്ടിയായി ഞാനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഞാനൊരിക്കൽ അച്ഛനെ കാണുവാൻ പോയി. അപ്പോഴാണ് 2 സഹോദരിമാർ അച്ഛനെ ഒരു സങ്കടവാർത്ത അറിയിക്കുവാൻ എത്തിയത്. രാമപുരം മഠത്തിലെ ഒരു സഹോദരി പാമ്പുകടിയേറ്റ് മരിക്കാറായി. അപ്പോൾ കദളിക്കാട്ടിലച്ഛൻ പറഞ്ഞ കാര്യം ഒരു പ്രവചനം പോലെ എന്റെ മനസ്സിൽ ആഞ്ഞു തറച്ചു. എന്റെ മക്കൾ ആരും പാമ്പുകടിയേറ്റ് മരിക്കില്ല. നമ്മുടെ അച്ഛൻ. പിതാവേ, ഈശ്വരനിശ്ചയായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ. മക്കൾക്ക് സുഖവും സന്തോഷവും ഒക്കെയാണോ? അതേ പിതാവേ. മക്കളെ, തിരുഹൃദയ സഭയുടെ സിദ്ധിയും ചൈതന്യവും ലക്ഷ്യവുമൊക്കെ എന്താണെന്ന് എൻ്റെ മക്കൾക്കറിയാമല്ലോ. അവയെല്ലാം കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങളാലാവും വിധം പരിശ്രമിക്കണം. ഈശോയുടെ തിരുഹൃദയത്തെ എന്നും തീഷ്ണതയോടെ മഹത്വപ്പെടുത്തണം. അനാഥ ശിശുക്കളെയും വൃദ്ധജനങ്ങളെയും ശുശ്രൂഷിക്കുവാനുള്ള നല്ല മനസ്സും എൻ്റെ മക്കൾക്ക് എന്നും ഉണ്ടായിരിക്കണം. തീർച്ചയായും പിതാവിന്റെ വാക്കുകൾ എന്നും പാലിച്ചുകൊള്ളാം. എല്ലാറ്റിലുമുപരി മാലാഖയ്ക്കടുത്ത വിശുദ്ധിയോടെ തിരുസഭയ്ക്ക് ഉപകാരപ്പെട്ട സമർപ്പിതരായി നിങ്ങൾ ജീവിക്കണം. ഞങ്ങളെ അനുഗ്രഹിച്ചാലും. അത് എന്റെ അച്ഛൻ അല്ല, എന്റെ അമ്മ അല്ല. എന്റെ അച്ഛന്റെയോ അമ്മയുടെയോ മുഖം ഇവിടെ ഇല്ല. അവരെവിടെ? സ്നേഹിക്കാൻ അറിയാത്തവർ. വയ്യ, എനിക്ക് വയ്യ. ഒരമ്മയ്ക്ക് മക്കളെ പിരിയാനാവുമോ? പറ്റുമല്ലേ? പറ്റും. നീ എന്തെടുക്കുകയാ? ഒന്നുമില്ല, വെറുതെ നിന്നതാണ്. അല്ല, ഈ വഴിവക്കത്ത് ഈ സമയത്ത് നീ തനിയെ? ഓർമ്മകൾ എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചു. എന്റെ അമ്മയുടെ മുഖം തേടി വന്നവനാണ് ഞാൻ.
ഓ, അത് ശരി സഹോദര, ഞാൻ എന്റെ അമ്മയുടെ മുഖം കണ്ട് മടുത്തു വന്നതാ. എന്ത്? നിനക്കെന്തു പറ്റി? പറയൂ. അവൾ എന്റെ അമ്മയല്ല, അവളെ ഞാൻ വെറുത്തു. അമ്മയെന്ന് വിളിക്കാനാവില്ല. എന്റെ അച്ഛനെ കൊന്ന് അന്യ വീടുകളിൽ അന്തി ഉറങ്ങുന്ന അവളെ എനിക്ക് അമ്മയെന്ന് വിളിക്കാനാവുമോ? ഞാൻ വീട് വിട്ടിറങ്ങി. എനിക്ക് മറ്റാരുമില്ല. നീ എവിടേക്ക് പോകും? നീ എവിടെ പോകും? എവിടെ പോകാനാ? നമ്മെ പോലെയുള്ളവരെ ആര് സഹായിക്കാനാ? മക്കളെ, എന്തു പറ്റി? ഞങ്ങൾക്ക് അമ്മയില്ല. അഭയമരുളാൻ ആരുമില്ല. ഓ, എന്റെ അമ്മ എന്നെ വിട്ടുപോയി. എന്റെ അമ്മയെ ഞാൻ വിട്ടുപോന്നു. എന്ത്? മക്കൾക്ക് അമ്മയായി ഞാനുണ്ട്. പോരൂ, എന്റെ കൂടെ പോരൂ. എന്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്. അച്ഛനോ അമ്മയോ? അതെ, നിങ്ങളെ പോലെ ആരും ആശ്രയമില്ലാത്തവർക്ക്, നിരാലംബരായവർക്ക് അഭയമരുളുവാൻ ഈശോയുടെ തിരുഹൃദയ നാമത്തിൽ പുണ്യചരിതനായ കദളിക്കാട്ടിൽ മത്തായി അച്ഛൻ സ്ഥാപിച്ച അനേകം ഭവനങ്ങളുണ്ട്. വരൂ, നമുക്കവിടേക്ക് പോകാം. കുഞ്ഞുങ്ങൾ കരയാതിരിക്കൂ.